ട്രേഡ് എക്സ്പോയിൽ പോയപ്പോൾ കണ്ണിൽ കുടുങ്ങിയ ഒരു വൈറ്റ് ബ്യൂട്ടി ആണിത്. വോൾവോ XC40 റീചാർജ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോണോട് കൂടിയ ആരെയും കൊതിപ്പിക്കുന്ന ഒരു രൂപഭംഗി. അങ്ങനെ തോന്നിയ ഒരു കൗതുകത്തിൽ ചുറ്റും നടന്ന് വീഡിയോ എടുത്തപ്പോഴാണ് ഇതാ വരുന്നു നമ്മുടെ എക്സിക്യൂട്ടീവ് ചേട്ടൻ. ഒട്ടും മടി കാണിക്കാതെ റിവ്യൂ ചോദിച്ചു. അദ്ദേഹവും വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ലഭ്യമായ ചെറു വിവരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോ കണ്ടിഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. ചേട്ടാ നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ബിജോയ് എന്നാണ്. ബിജോയ്. വോൾവോ XC40 റീചാർജ് ആണ്. ഓക്കെ. ഇത് ആക്ച്വലി ഇതിന്റെ പവർ വരുന്നത് 408 bhp ആണ് ഇതിന്റെ പവർ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 660 Nm ടോർക്ക് വരുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് 0 to 100 ജസ്റ്റ് 4.9 സെക്കൻഡ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ. 4.9 സെക്കൻഡ്. 0 to 100 4.9 സെക്കൻഡ്. അത് മെയിൻ ആയിട്ട് ഇതിൽ വോൾവോ എന്ന് പറയുമ്പോൾ ഏതൊരു കുട്ടിയുടെയും മനസ്സിലേക്ക് വരുന്നത് വേൾഡ് സേഫസ്റ്റ് കാർ ആണ്. ഓരോ മാനുഫാക്ചറിനും ഓരോ DNA ഉണ്ടാവും. അതെ അതെ. അതുപോലെ തന്നെ വോൾവോന്റെ DNA എന്ന് പറയുന്നത് വേൾഡ് സേഫസ്റ്റ് കാർ ആണ്. സേഫ്റ്റി ആണ്. നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ആംബിയൻസിനേക്കാളും ഉപരി വേൾഡ് സേഫസ്റ്റ്, അത്രയും സേഫ്റ്റി ആയിരിക്കും. ഫാമിലി ആയിട്ട് പോകുമ്പോഴും നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ പെഡസ്ട്രെയിൻ ആണെങ്കിൽ തന്നെ പെഡാസ് 3 ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഓട്ടോ പൈലറ്റ് വരുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾസ്, ഓട്ടോ പൈലറ്റ് അസിസ്റ്റ് വരുന്നുണ്ട്. കൂടാതെ ഇത് തന്നെ നമ്മുടെ LED ഹെഡ് ലാമ്പ്സ് ആണ്. അതായത് നമ്മുടെ പോളി കാർബണേറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ്. ഫ്ലൈറ്റിന്റെ വിൻഡോക്കൊക്കെ യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയൽ. എന്തെങ്കിലും ഒരു ഇമ്പാക്ട് വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ ശരീരത്തിലേക്ക് അങ്ങനെ തുളച്ച് കയറുക അങ്ങനത്തെ സംഭവങ്ങളില്ല. ക്രിസ്റ്റൽ രൂപത്തിലാണ് വരുന്നത്. ഒരു ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യത. അതെ. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ആണ്. ഫോഗ് ലാമ്പ്സും അഡാപ്റ്റീവ് ആണ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 360 ഫോഗ് ലാമ്പ് കണ്ടപ്പോഴേ ഇത്രയും ചെറുതാണ്. അതായത് പവർഫുൾ ആയിരിക്കും. പവർഫുൾ ആണ്. LED ആണ് വരുന്നത്. എസ്പെഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുഴികൾ വരെ നമുക്ക് എടുത്ത് കാണിക്കും. അതും നമുക്ക് അഡാപ്റ്റീവ് ആണ് വരുന്നത്. സപ്പോസ് നമ്മളൊരു കർവ് ടേൺ ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഹെഡ് ലൈറ്റ് ആണ് ടേൺ ചെയ്യുന്നത്. വൈറ്റ് ആണ് വരുന്നത്. വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് യെല്ലോ കളർ ആരും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. വൈറ്റ് ആയിരിക്കും കുറച്ചുകൂടി. പക്ഷേ കോടയിൽ ഇപ്പൊ നമ്മുടെ ഭാഗത്ത് ഇപ്പൊ കുറച്ച് കോട കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യത കാലക്രമേണ. അപ്പോൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 360 ക്യാമറയാണ് നമുക്ക് വരുന്നത്. അതിന്റെ ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ 2 മിററിലും പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതെ ക്യാമറയാണ് അതിൽ വരുന്നത്. എത്ര ക്യാമറ വരുന്നുണ്ട് ഔട്ട് സൈഡ്? ഈവൻ ഫ്രണ്ട് സൈഡ് മിററിൽ അപ്പോൾ ബൂട്ടിൽ വരുന്നുണ്ട്. ബോട്ടിൽ. ഓക്കെ. അതെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ അലോയിൽ വരുന്നത് 19 ഇഞ്ചിന്റെ അലോയിലാണ് വരിക. ഓക്കെ. അത് നമുക്ക് ഫ്രണ്ട് 235 ബാക്ക് വരുന്നത് 255 ആണ് വരിക. കാരണം എന്താ വെച്ചാൽ കൂടുതലാണ്. റിയർ വീലിലേക്കാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് കൺവേർട്ട് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പ്രൊഫൈൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ചാർജിങ് പോയിന്റ് ഇതിൽ വരുന്നത്. നോർമൽ ഇതിൽ വരുന്നത് നമ്മൾ വീട്ടിൽ ഫാസ്റ്റ് ചാർജിങ് അല്ലേ. 150 kW വരെ നമ്മൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നു. ശരി. ഇതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 2 ചാർജർ നമ്മൾ ഇതിന്റെ കാറിന്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. ഫാസ്റ്റ് ചാർജർ അടക്കം ഇൻക്ലൂഡഡ് ആണോ? അല്ല, 11 kW ഒരു ചാർജർ നമുക്ക് ഇതിലിപ്പം. അതുപോലെ തന്നെ ഒരു പോർട്ടബിൾ ചാർജർ 3.5 kW ഒരു പോർട്ടബിൾ ചാർജർ ഇതിനൊപ്പം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോർമൽ നമ്മൾ വീട്ടിൽ ഇപ്പോൾ 1 നൈറ്റ് ചാർജിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് പോർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിന്റെ അവിടേക്കോ റിലേറ്റീവ്സിന്റെ അവിടേക്ക് ഒരു 1 നൈറ്റ് എവിടേക്കും പോവുകയാണെങ്കിൽ നമുക്ക് അത് ക്യാരി ചെയ്ത് പോകാം. നോർമൽ 16 ആംപിയറിന്റെ പിന്നില്, അതായത് ടിവിയുടെ വാഷിംഗ് മെഷീന്റെയും ഇത് പ്ലഗ് കുത്തുന്ന അതേ പിന്നിൽ തന്നെ. അപ്പോൾ അതിൽ നമുക്ക് കുത്താം. അതാകുമ്പോൾ സ്ലോ ചാർജിങ് ആണ്. അതാകുമ്പോൾ മിനിമം ഒരു 21 hours നമ്മൾ 3.5 kW വരുന്നുണ്ട്. 21 hours എടുക്കും. 0 to 100 18 to 18.5 ആ റേഞ്ചിലേക്കാണ്. അപ്പോൾ 11 kW ആണെന്നുണ്ടെങ്കിൽ 6.5 hours ആണ് എടുക്കുക. 11 kW 150 kW ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 0 to 100 ആവാനായിട്ട് 38 minutes ആണ് വരുന്നത്. 38 minutes ആണ് 0 to 100 ആവാനായിട്ട്. 0 to 100 അപ്പോൾ കുറച്ചുകൂടെ സജസ്റ്റബിൾ. അതെ. പക്ഷെ 150 നമ്മുടെ നാട്ടിൽ ആയി വരുന്നുള്ളൂ. അപ്പോൾ KCBD ആണെങ്കിലും ഈവൻ അത് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ പോലത്തെ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. നമുക്ക് അതിന്റെ വീടുകളിൽ നമുക്കത് ചെയ്യാം. കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ് അത് വരുന്നത്. വീടുകളിൽ നമുക്ക് മാക്സിമം 3 phase ഉണ്ടെന്നുണ്ടെങ്കിൽ 11 kW മാത്രമാണ് ചെയ്യാം. ഇതിന് ബൂട്ടാണെങ്കിൽ നമുക്ക് ഫുഡ് വേവിംഗ് വരുന്നുണ്ട്. അതെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. പോർട്ടബിൾ ചാർജർ വരുന്നത് 3.5 kW പോർട്ടബിൾ ചാർജർ നോർമലായിട്ട് സ്ലോ ചാർജിങ് ആണ് വരിക. 2 കമ്പാർട്ട്മെന്റ് ആയിട്ട് ചെയ്യാം. നമുക്ക് സ്പെയർ വീല് വരുന്നത് നമുക്ക് ഇതിലായിരിക്കും, ബൂട്ടിലായിരിക്കും വരിക. സ്പെയർ വീല് വന്നിട്ടുണ്ടോ ഇതിൽ? നമ്മളിപ്പോ ക്യാരി ചെയ്ത് താഴ്ഭാഗത്താണ് വരുന്നത്. അല്ല, ബൂട്ടിന്റെ മുകളിലാണ് വരുന്നത്. ഇലക്ട്രിക് പറഞ്ഞ വീലായിരിക്കും. അതുകൊണ്ട് ബൂട്ട് സ്പേസ് അധികം കാര്യമായിട്ട് വേസ്റ്റ് ആവാൻ സാധ്യതയില്ല. അത് കൂടാതെ തന്നെ പലരും അത് ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ
ഒരു 2000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പഞ്ചർ കിറ്റ് കിട്ടും. ക്യാരി ചെയ്ത് ഇപ്പൊ യെസ് അങ്ങനെ ഒരു ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാറിന്റെ കൂടെ തന്നെ ഇവൻ പഞ്ചർ കിറ്റ് അടക്കം പ്രൊവൈഡ് ചെയ്യാണ്. ഈ സ്റ്റെപ്പിനി എന്നുള്ളൊരു കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. സ്റ്റെപ്പിനെ എടുത്ത് മാറ്റിയിട്ട് പഞ്ചർ കിറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കോസ്റ്റ് കട്ടിംഗ് എന്നുള്ള ഭാഗം കൂടെ അതിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആക്സസറി ആയിട്ട് നമുക്ക് അതിൽ വരുന്നുണ്ട്. അതും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാം. ബട്ടൺ ക്ലോസ് ആണ്. അതെ 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 അതെ. അതുപോലെ തന്നെ നമുക്കൊരു ആയിട്ട് ക്ലോസ് ആയി ബോട്ട്. ഹൈ മൗണ്ടഡ് ടൈൽ ലാംപ്സ് വരുന്നുണ്ട്. ഷാർപ്പ് ഫിൻ. ബാക്കിലെ ക്യാമറ എവിടെ വരുന്നത്? ക്യാമറ ഡിക്കില്ല, അത് നമുക്ക് അങ്ങനെ വിസിബിൾ അല്ല. വിസിബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ട്വിൻ മോട്ടർ ആണ് വരുന്നത്. നമുക്ക് ട്വിൻ മോട്ടർ എന്ന് വെച്ചാൽ ട്വിൻ മോട്ടർ, അതായത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് 2 മോട്ടർ വരുന്നുണ്ട്. ഇലക്ട്രിക് ആയതുകൊണ്ട് കൂടുതലും പവർ സപ്ലൈ 60-40 ഇതിന്റെ പവർ സർക്കുലേഷൻ വരുന്നത്. അപ്പൊ ഇതിന്റെ ഡ്രൈവ് 4 വീലാണോ? ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് ആണ്. ഉള്ളിലേക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വോൾവോ XC40 റീചാർജിന്റെ ഉൾവശത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഉൾവശത്തെ കുറിച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ട് ബട്ടൺ ഓഫ് ബട്ടൺ ഒന്നും തന്നെ ഇല്ല. ഡ്രൈവർ സീറ്റിലേക്ക് കാറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കാർ സ്റ്റാർട്ടായി. ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയി. അപ്പൊ ചാവി കാറിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. അത് വിചാരിച്ചപ്പോ കുട്ടികൾ കയറി വണ്ടി ചാവി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറോ ഒരു ഫാഷൻ ഡിസൈനറോ അല്ല ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ശരി. ഓർത്തോപെഡിക്സ് ഡോക്ടേഴ്സിന് ഇൻപുട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാം ഓർത്തോപെഡിക് സീറ്റ്സ് ആണ്. ബാക്ക് പെയിൻ ടോട്ടലി അവോയ്ഡ് ചെയ്യാണ്. ഹെൽത്ത് വൈസ് ആണ് വോൾവോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു നല്ലൊരു ഭാഗമാണ്. ഒരു പ്രത്യേക അപ്പോൾസ്ട്രി കൂടിയാണ് ഈ സീറ്റ്. അത് നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. സീറ്റിന്റെ ഫിനിഷിംഗ് ആയിക്കോട്ടെ, സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, ഈവൻ കളർ അടക്കം ഒരു വെറൈറ്റി കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല രസമുണ്ട് സീറ്റ് തൊടാനായിക്കോട്ടെ. നല്ല കുഷിനിങ്ങോട് കൂടിയ ഒരു സീറ്റ് കൂടിയാണ്. സൈഡ് പോർഷൻ ഫുൾ ലെവറാണ്. അതെ, നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ കൂടുതലും സ്വെറ്റിംഗ് വരാനുള്ള ചാൻസ്. അതെ അതെ അതെ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ പോർഷൻ, നമ്മൾ ഇരിക്കുന്ന പോർഷൻ എല്ലാം കോട്ടൺ വരുന്നത്. പിന്നെ ഇത് തന്നെയല്ല, ഇത് നമ്മൾ XC40 എന്താ പറയുക പർച്ചേസ് ചെയ്യുന്ന ഒരാൾ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഓഷ്യൻ വേസ്റ്റ് എടുത്തിട്ട് റീസൈക്കിൾ ചെയ്തിട്ടാണ് ഇതിന്റെ അപ്പോൾസറി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഓ അത് ശരി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമ്മുടെ നെക്സ്റ്റ് തലമുറയ്ക്ക് റീസൈക്കിൾ പർപ്പസും കൂടിയാണ്. അതിന് ഈ ഒരു സെറ്റ് മാറ്റ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 40 പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്കിൾ ചെയ്തിട്ടാണ്. നമ്മുടെ വെള്ളം ബോട്ടില് സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽ റീസൈക്കിൾ ചെയ്താണ് ഈ മാറ്റ്. വാവ്, ഒരു പുതിയൊരു അറിവാണ്, പുതിയൊരു അനുഭവം കൂടിയാണ് ഇത്. അതായത് ക്വാളിറ്റിയിൽ ഒരു ഡോറിന്റെ സൈഡിലുള്ള ആ പാനൽ എല്ലാം ഇതും പ്ലാസ്റ്റിക് ബോട്ടിൽ വേസ്റ്റ് ബോട്ടിൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം ചെയ്തിരിക്കുന്നത്. സല്യൂട്ട് പോവോ, വേറെ ഒന്നും പറയാലോ ഇതിന്. നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ കൂടിയാണ്. ഇത് ആക്ച്വലി ഒരു പ്ലാസ്റ്റിക് ആയിട്ടല്ല, ഒരു റബ്ബറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. നമുക്കൊരു പ്ലാസ്റ്റിക് ഫീൽ അല്ല നമുക്ക് കിട്ടുന്നത്, നല്ലൊരു റബ്ബർ ഫീലാണ്. പ്ലാസ്റ്റിക്കിൻ്റെതായ കീറാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല, അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. അത് സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. അതിലുള്ള മെയിൻ്റെനൻസിനേക്കാളും ഉപരി സേഫ്റ്റിയിലാണ് മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഈ അപ്പോസ്ട്രിയിൽ നമുക്ക് എന്തെങ്കിലും അഴുക്കായ വാഷബിൾ ആണോ? അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, തുടച്ചെടുക്കാം. മറ്റേ ഫോം വാഷ് അങ്ങനത്തെ സംഭവങ്ങൾ നടക്കും. ചെയ്യാം, അതൊന്നും എല്ലാം ചെയ്യാം. ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും, അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു വാട്ടർ ടെസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വാട്ടർ ടെസ്റ്റ് XC40 റീചാർജ് ഒരു ടാങ്ക് പോലെ കിട്ടിയിട്ട് അതിന്റെ ഉള്ളിലൂടെ വണ്ടി തന്നെ പോകുന്ന ഒരു വീഡിയോ കൂടി ഉണ്ട് അതിൽ. അതുപോലെ പനോരമിക് സൺറൂഫാണ് നമുക്ക്. അതിൽ തന്നെ ഒരു പ്രത്യേക ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളം വീണതാണ് ഡിസൈൻ അല്ല ഗൈസ്, വെള്ളം വീണാണ്. കണ്ട ഡിസൈൻ ആയിട്ട് തോന്നുള്ളൂ. നല്ലൊരു വെറൈറ്റി ടൈപ്പ് ആയിട്ട് പറയും ഇങ്ങനെ ഡിസൈൻ അടിച്ചോളാം. സംഭവം നന്നായിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങാലോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. എഞ്ചിനോ മറ്റേ AC അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം എല്ലാം വർക്കിംഗ് ആയി. അതെ, സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആണ്. ശരി. അതെ, ഇത് നമുക്ക് ഓട്ടോ പാലറ്റ് വരുന്നുണ്ട്, ഓട്ടോ പാലറ്റ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ പാലറ്റ് നമ്മുടെ ഇന്ത്യൻ ഡ്രൈവില് സേഫ് ആണോ? ചെയ്യാം. നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ, അതായത് ഹൈവേകളാണ് ടൂവേഴ്സ് ബാംഗ്ലൂരൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ വെഹിക്കിളിനെ സെൻസ് ചെയ്തിട്ടാണ് ഈ വാഹനം പോകുന്നത്. പെട്ടെന്ന് ഒരു സഡൻ ആയിട്ടൊരു ബ്രേക്ക് ഫ്രണ്ടിലെ വാഹനം ചെയ്യുകയാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കാർ നിൽക്കും. അത് സ്ലോ ആവുന്നതിനനുസരിച്ച് ഈ കാറും നമുക്ക് സ്ലോ 185 കിലോമീറ്റർ വരെ ഇതിൽ സെറ്റ് ചെയ്യാം. ഇതെല്ലാം വുഡാണ്. ലൈറ്റ്സ് അതെല്ലാം വൺസ് ഡാർക്ക് മോഡ് ആയി കഴിഞ്ഞാൽ ലൈറ്റ്സ് ആയിരിക്കും അതിൽ വരുന്നത്. ഇത് ലൈറ്റ്സ് ആണോ? ഇതെല്ലാം ലൈറ്റ്സ് ആണ്. ഓക്കെ. അതെ. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഇതെല്ലാം ലൈറ്റ്സ് ആണ്. ഓട്ടോമാറ്റിക് ഡാർക്ക് ആവുമ്പോൾ നൈറ്റ് മാത്രമായിരിക്കും വിസിബിലിറ്റി വരുന്നത്.
അതുപോലെ തന്നെ നമുക്കിതിൽ പ്ലേ സ്റ്റോർ ലൈക്ക് മൊബൈലിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ത്രൂ ഏത് ആപ്പ് ആണെങ്കിലും നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഗൂഗിൾ പ്ലേ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അത് 5 ഇയറിന് നമുക്ക് ഈ ഡിജിറ്റൽ സർവീസ് ടോട്ടലി ഫ്രീ ആണ്. അതുപോലെ തന്നെ സ്പോട്ടിഫൈ, യൂട്യൂബ് മ്യൂസിക്, യൂട്യൂബ് ഏത് വേണമെങ്കിലും നമുക്ക് ഈവൻ ഇന്റർനെറ്റ് ഇൻക്ലൂഡഡ് ആണ്. അതെ, ഇൻബിൽട്ട് ആയിട്ട് ഇതിലൊരു സിം വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സർവീസ് പ്രോബ്ലംസ് ഒക്കെ വന്ന് ഡിറ്റക്ട് ചെയ്യാൻ എല്ലാ കമ്പനിയിൽ ഇരുന്ന് പറ്റുമല്ലോ. എല്ലാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഓട്ടോ പൈലറ്റിന്റെ അഡാസിന്റെ സെൻസേഴ്സ് ആണ്. അതെ, അഡാസ് ആണ്. പുറത്തുനിന്ന് നമുക്ക് അധികം ശ്രദ്ധിക്കണില്ല കേട്ടോ. അത് ഉള്ളിൽ കയറിയാൽ തന്നെ അത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഓട്ടോ പൈലറ്റ്. ഇതെല്ലാം സെൻസ് ചെയ്യുന്നത് ഇത് ത്രൂ ആണ്. നമ്മുടെ 3 മിററും ഓട്ടോ ഡിമ്മിങ് ആണ്. ഓ അത് ശരി. ഓട്ടോ ഡിമ്മിങ് ആണ്. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഹാർമൺ ഗാർഡിന്റെ 13 സ്പീക്കേഴ്സ് വിത്ത് സബാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, അത്രയും ക്വാളിറ്റി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ വോൾവോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ AC നമുക്ക് 2 സോൺ ആണ് നമുക്ക് വരുന്നത്. ബാക്കിൽ AC വെന്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡ്രൈവർ അതുപോലെ തന്നെ ഇതിന് നമുക്ക് 360 ക്യാമറ എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ വരുന്നുണ്ട് നമുക്ക്. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്ക് ഒരു ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷനെ കാണണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് സൂം ചെയ്യാനായിട്ട് പറ്റും. 360 നല്ല ക്ലാരിറ്റി ഉണ്ട്. ക്യാമറ നല്ലൊരു ക്ലാരിറ്റിയാണ്. നമുക്ക് സെയിം നമ്മുടെ കണ്ണിൽ കാണുന്ന അതൊരു ഫീൽ തന്നെയാണ് ക്യാമറയിലും കാണാൻ പറ്റുന്നില്ല. ഡിസ്പ്ലേയുടെ ഗുണമാണോ ക്യാമറയുടെ ഗുണമാണെന്ന് അറിയില്ല. എന്നിരുന്നാൽ പോലും രണ്ടും വോൾവോയിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഐറ്റംസ് അല്ല. ഓക്കെ, ഇതിൽ പീസ് ഓഫ് മൈൻഡ് ആണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കിപ്പോൾ 57% 270 കിലോമീറ്റർ മിനിമം നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ സപ്പോസ് എവിടേക്കെങ്കിലും ഇതിൽ ഇവര് ടൈം ലൈവ് നാവിഗേഷൻ ക്ലസ്റ്ററിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവറുടെ കണ്ണ് ഐസ് ഓൺ റോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഇൻഫോർടൈൻമെന്റിലേക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതെ, സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു നാവിഗേഷൻ നമ്മളിപ്പോൾ അത് വോയിസ് കമാൻഡ് ത്രൂ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഹാൻഡ് ചെയ്യണം, ഹാൻഡ് ചെയ്യണം. പാലക്കാട് ഞാൻ ഇട്ടു. ഓക്കെ, പാലക്കാട് എത്തുമ്പോൾ എത്ര പെർസെൻറ്റേജ് ചാർജ് ബാലൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണിക്കും. ഓക്കെ, 1 hour 30 minutes 72 കിലോമീറ്റർ. ഇപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ 39% ബാലൻസ് നമുക്ക് പാലക്കാട് എത്തുമ്പോൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പീസ് ഓഫ് മൈൻഡ് ആണ്. ഇത് റോഡിന്റെ ഒരു സ്ട്രക്ചർ എടുത്തിട്ട് പറയുന്ന മൈലേജ് ആണോ? ഇപ്പൊ നമ്മളിപ്പോ പാലക്കാട് കിട്ടു, പാലക്കാടിന് പകരം എറണാകുളത്തേക്ക് കിട്ടു. എറണാകുളത്തേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല റോഡായിരിക്കും. ഈവൻ അങ്ങനത്തെ ഒരു സ്കാനിങ് ബോൾവോയിൽ വരുന്നുണ്ടോ എന്നാണ് എല്ലാം ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരു സിം വരുന്നത്. സിം ആണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈവൻ റോഡിന്റെ ഡിപ്പെൻഡ് മൈലേജ് കൂടുതൽ ഹിൽ സ്റ്റേഷൻസ് മോശമായ റോഡൊക്കെ വരുമ്പോൾ നമുക്ക് കുറയും. കൂടുതൽ ഡിസ്റ്റൻസിൽ നമുക്ക് പോകാൻ കഴിയും. തൃശ്ശൂർ മനോരമയുടെ അവിടെ നിന്ന് എറണാകുളം വോൾവോ ഷോറൂമിലേക്ക് എത്താനായിട്ട് 12% മതി നമുക്ക്. ഓ ശരി. അതെ, തൃശ്ശൂർ മനോരമയുടെ അവിടെ നിന്ന് എറണാകുളം വോൾവോന്റെ ഷോറൂമിലേക്ക് എത്താനായിട്ട് 12%. അതൊന്ന് സ്ഥിരം പോകുന്നത്, അതുകൊണ്ടാണ് 12%. ഇതുകൂടാതെ നമുക്കൊരു 1 pedal ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 1 pedal ഡ്രൈവ് ഇപ്പൊ നോർമലായിട്ട് എല്ലാത്തിനും ഉള്ള പോലെ തന്നെ 2 pedal ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇതിലിപ്പോ നമ്മൾ ഡ്രൈവിംഗിൽ പോയിട്ട് 1 pedal ഡ്രൈവ് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിലറേഷൻ തന്നെ ബ്രേക്ക് ആവും. അപ്പോൾ അതായത് റീജനറേഷൻ വർക്കോ. ഈ റീജനറേഷൻ ഓപ്ഷനിലാണോ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും? ഓഫ് ചെയ്യാം. നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. നോർമൽ മോഡായി എക്സലറേഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മോട്ടർ തിരിഞ്ഞ് എക്സലറേറ്ററിന് കാലെടുക്കുമ്പോൾ മോട്ടർ തിരിഞ്ഞ് ഇറങ്ങാണ്. ബ്രേക്ക് പാഡ് ആയിട്ട് ഒരു കണക്ഷൻ വരുന്നില്ല. അതിലൊരു 3-4 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് ബ്രേക്ക് പാഡിന്റെ ലൈഫ് കൂടും. ഓക്കെ, ഒപ്പം തന്നെ എന്ന് വെച്ചാൽ മോട്ടർ തിരിഞ്ഞു ഇറങ്ങുന്നതുകൊണ്ട് പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി അതായത് റേഞ്ച് നമുക്ക് കൂടും. നമുക്കത് കൂടും. അതുപോലെ തന്നെ ഹൊറബിൾ ട്രാഫിക്കിലല്ല വേദന ഉള്ളവരൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മള് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഒറ്റ പെഡലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോ ലോഞ്ച് ചെയ്ത് 2 hours തന്നെ ഇതിന്റെ ബുക്കിംഗ് ക്ലോസ് ആയതാണ്. ഇപ്പൊ മാനുഫാക്ചർ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്തതാണ്. നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് XC40 റീചാർജ് തന്നെയാണ്. അത് ഫാസ്റ്റ് മൂവിംഗ് ആണ്. ടെസ്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ വോൾവോ XC40 റീചാർജ് ആണ്. ഇത് ശരിക്കും ഇതിന് 418 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് പറയുന്നത്. 418 ARI സർട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. നമ്മൾ എങ്ങനെ കാല് കൊടുത്ത് ഓടിച്ചാലും ഈ റേഞ്ചിൽ ഏകദേശം നിൽക്കും. അതായത് നമ്മളിപ്പോ 150-160 കിലോമീറ്റർ സ്പീഡിൽ ഒന്നാമത് നമുക്ക് പോകാനായിട്ടുള്ള റോഡില്ല. അപ്പോൾ അതിനനുസരിച്ച് സ്പീഡ് ഈ പറഞ്ഞ പോലെ 150-160 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 400 കിലോമീറ്റർ കവർ ആവും. 100 കിലോമീറ്ററിന് താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 100% 480 കിട്ടും. നമുക്ക് ഓൺ റോഡ് ഇപ്പൊ നമ്മുടെ മലയാളീസിന്റെ മെയിൻ ചിന്തയാണ് അത്. ഓൺ റോഡ് ഏകദേശം റേറ്റ് വരുന്നത് നമുക്ക് ഷോറൂം വരുന്നത് 56,90,000 ആണ് വരുന്നത്. 56,90,000 ആണ് വരുന്നത്. അപ്പം ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് റോഡ് ടാക്സ് വരുന്ന ആകെ 5% റോഡ് ടാക്സ് വരുന്നുള്ളൂ. നമുക്ക് ഓൺ റോഡ് വരുമ്പോൾ 63 lakhs ആണ്. 63 lakh ആണ് വരുന്നത് ഓൺ റോഡ് ഇൻക്ലൂഡിംഗ് ഓൾ ഇൻഷുറൻസ് എല്ലാം കഴിഞ്ഞു. എത്ര വേരിയന്റ് ഉണ്ട്? നമുക്ക് എല്ലാ നമ്മുടെ വോൾവോന്റെ എല്ലാ പ്രൊഡക്റ്റിലും നമുക്ക് ഒറ്റ വേരിയന്റ് ഉണ്ടാകും. നമുക്ക് ബുക്കിംഗ് പീരീഡ് ഉണ്ടോ അതിന്?
നമുക്ക് ഇത് എല്ലാം മാനുഫാക്ചർ ആണ് ചെയ്യുന്നത്. മാനുഫാക്ചറുടെ വോൾവോന്റെ ലിങ്കിൽ കയറിയിട്ടാണ് നമുക്ക് ബുക്കിംഗ് ചെയ്യാൻ നമ്മുടെ പറ്റും. ലോക്കൽ ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, നമുക്ക് ഡീലർ ത്രൂ ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഓൺലൈനാണ്. ഓക്കെ. അപ്പോൾ അതിൽ 1 lakh ആണ് അതിന്റെ ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ സെയിം ലൈക്ക് ഫ്ലിപ്കാർട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുക, ബൈ നൗ കൊടുക്കും. ആദ്യം നമുക്ക് 9 months ഒക്കെ ആയിരുന്നു വെയിറ്റിംഗ് പീരീഡ്. എത്ര കളേഴ്സ്? നമുക്ക് ഇതിൽ 5 കളറാണ് വരിക. ഒന്ന് വൈറ്റ്, ഓക്കെ, പിന്നെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു സേജ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്, ഒരു തണ്ടർ ഗ്രേ, പിന്നെ ഫിജോട്ട് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ വരുന്നുണ്ട്. അങ്ങനെ 5 കളർ വരും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോയെ കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ മടിക്കരുത്, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം.